നമ്മളിന്ന് കളിക്കാൻ പോവാ മൊട്ടാണ്ടി എന്നതാണ്. മൊട്ടാണ്ടി എന്നാണ് നമ്മൾ ചേരേണ്ടത്. നമുക്ക് മിസ്റ്റർ മീറ്റ് എന്നാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. ഇതൊക്കെ നമ്മള് ഒരു വർഷമൊക്കെ കളിച്ചു വെച്ചാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എടാ വൈഫൈ ഒന്ന് ഓഫാക്കി വെച്ച് എന്റെ പൊന്നെ, ഈ ആഡ് കാരണം മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റൂല. നമ്മൾ എന്ത് ഗെയിം കളിച്ചാലും ഇവരിങ്ങനെ ആഡ് വന്നുകൊണ്ടിരിക്കും. അത് നമ്മള് തരണാണ്. വീഡിയോ ഒന്ന് കട്ട്. അങ്ങനെ നമ്മള് ഏതോ ഒരു റൂമിലേക്ക് എത്തി. പ്ലെയർ തപ്പ ഇവിടേക്ക് കേറിയതാണ്. പ്ലെയറും ഇല്ല, ഒരു കുന്തവും ഇല്ല. പ്ലെയർ ഇവിടെ അല്ല ഉള്ള, മേളിലാണോ ഉള്ള. മേളിലേക്ക് വരുത്താനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്. ആ തോക്ക് താഴെ ഇട്ടിട്ട് അങ്ങോട്ട് ദൈവം മുട്ടദൈവം വണ്ടി മുട്ടദൈവം പുളിയ. ഞാൻ ഇതധികം കളിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ എനിക്ക് മര്യാദക്ക് കളിക്കാൻ പോലും അറിയില്ല. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ആദ്യം പോലെ നമുക്ക് റീപ്ലേ ചെയ്യാം. നമ്മള് നേരത്തെ എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയില്ല. അത് ഇരിക്കും ഒന്നെങ്കിൽ അങ്ങനെ നമ്മൾ റിപ്ലേ ചെയ്തിരിക്കും. 3 നൈറ്റുള്ളൂ ഈ റഫ് പ്ലേ. ഒന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താന്ന് പോലും എനിക്കറിയില്ല. ഞാനിത് ഒരു വർഷമായിട്ട് കണ്ടു. വരോ? അതാണ് എന്റെ പേര്. മനുഷ്യന്റെ ഉള്ള ജീവനും കൂടി പോയി. ഒരു ദിവസമുണ്ട് ഞാൻ അറിയാണ്ട അതായത് വാതിലിന്റെ ലൈനല്ല ഇവനാണ് കാണിച്ചത്. പ്ലെയർ ഗ്ലിച്ചായി പോയി. പ്ലെയർ ഗ്ലിച്ചായിട്ട് തപ്പാൻ പോയിട്ട് മേളിലേക്ക് വരുമ്പോ അധികാരം വന്നിട്ട് ഒറ്റ തലക്ക് നമ്മുടെ പേടിച്ചു കൊണ്ട് പുറത്തു. അരികാത്തോ മിസ്റ്റർ മീറ്റ്. പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് പോലെട്ടാ നാശത്തിലേക്കാണ് പോകുന്നത്. നാശത്തിലേക്കാ പോകുന്നത് അറിയാം. ഒരു ചിക്കൻ പൈസ കൂടെ എടുത്തിട്ട് പോയാ പോരെ. പുള്ളിക്കാരന്റെ ഇവിടെ അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അരികാത്തോ മിസ്റ്റർ മീറ്റ്, അരികാത്തോ. ഇങ്ങോട്ട് ആദ്യം വരും. അരികാത്തോ മിസ്റ്റർ മീറ്റ് പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പോയപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് പോയതാ. നമ്മള് മേളിലെത്തി. ഈ മിസ്റ്റർ മീറ്റിനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് ഇപ്പോഴും ഈ ഗെയിം കളിക്കാൻ പേടിയാണ് ഗൈസ്. പുള്ളിക്കാരനെ കൊല്ലുമ്പോ നമുക്കൊരു മനസ്സുഖം കിട്ടും. എനിക്ക് കമല കളിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. കമല നമ്മളൊരു പ്രാവശ്യം കളിച്ചതാ. എന്റെ പൊന്നെ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നാണ് എന്റെ സംശയം. ആരുടെ കമല കളിച്ചാ ഫോൺ അടിച്ചു എന്ന് പറഞ്ഞ അത് നോക്കിയായിരിക്കും. ഇതുപോലത്തെ ഫോണിക്കായിരിക്കും കമല അടിച്ചു പറഞ്ഞ. എന്റെ അമ്മ എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞ ആളാ. എല്ലാവരും കമല ഫോണിൽ കളിച്ചാ ഫോൺ ഇടിച്ചു. GTA 5 അല്ല GTA San Andreas പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താ പൈസ പോവും. അത് കേറ്റാനുള്ള ഐഡിയക്ക് നമുക്ക് അറിയാവുന്നേ. നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പൊ ഫോൺ അടിക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഫോണൊന്നുമില്ല. കാരണം മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും. പുള്ളിക്കാരന്റെ മൊട്ട അടിച്ചുകൊണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതൊറ്റ 2 GB 3 GB റാമുള്ള ഫോണുകളിൽ അതെ പെട്ടെന്ന് അടിച്ചു പോയിക്കോളും. ഇത് 5G റാമുള്ള ഫോണാണ് അല്ലേ? 5G റാമുള്ള ഫോണാ. അത് കാരണം പെട്ടെന്ന് അടിച്ചു എനിക്ക് തോന്നുന്നു.
ആകാശദീപങ്ങൾ സാക്ഷി ആത്മീകസൈന്യങ്ങൾ സാക്ഷി. ഈ ഡോറ് തുറന്നിട്ടേക്കുവാണെങ്കിൽ എമർജൻസി ആവശ്യം വരും. നമ്മളിത് ഗ്രീൻ ടീ അരികത്തോ പുള്ളിക്കാരെ അതിൽ കൂടെ കണ്ടിട്ട അല്ല അതിൽ കൂടെ പുള്ളിക്കാരെ ചത്തേക്കല്ല. ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ് ആയിട്ട് പന്നീനെ കൊടുക്കണം. പന്നി അറിയാണ്ട് ആദ്യം അവിടെ എത്തണം. അവിടെ എത്താനുള്ള പണിയൊക്കെ എനിക്കറിയാം. പന്നി ആകാശ ബുദ്ധൻ ഹാർട്ട് എടുത്തു നോക്കി, അല്ലെങ്കിൽ പന്നിയുടെ സ്ഥലത്ത് ഇവന് പന്നീനെ കുടിക്കാൻ നല്ലതായിട്ട് അറിയാട്ടെ. പന്നീനെ കുടിക്കിട്ട് തെറ്റിപ്പോയാണ് എന്റെ ഞാൻ നിന്നെ പന്നിക്ക് ഇട്ട് കൊടുക്കും. അതല്ലെങ്കിൽ മിസ്റ്റർ മീറ്റ് അല്ല പന്നി, അതല്ല അടാ ഈ വുഡൻ ഹാർട്ട് പുറത്തേക്ക് ഇടണ്ടേ? പുറത്തേക്ക് വാടാ പോർക്കെ വാടാ പോർക്കെ വാടാ പോർക്കെ വാടാ പോർക്കെ. എനിക്ക് കണ്ണ് കാണൂലേ? ഉള്ളി കേറിയിട്ടില്ലട്ടാ. ഇനി ഡോർ തുറക്ക്. ആ ഉള്ളി കേറില്ല. പന്നി പുറത്തേക്ക് വന്നു. അപ്പൊ അങ്ങനെ നമ്മള് പൊളിയായിട്ട് നമ്മള് ഹാർട്ട് എടുക്കണ്ട. അല്ല ഇവിടെ ഹാർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല നമുക്ക് എന്തായാലും തുറന്നു വെച്ചേക്കാം. നമ്മള് ചാവുമ്പോ മിക്കവാറും ആ റീസ്പോണായിട്ട് കഷ്ടപ്പെടാടാ. ഒരു നിമിഷം പേടിച്ചു തലേ ഇടക്കാണെങ്കിൽ പുള്ളിക്കാരി ഇങ്ങോട്ട് വരാട്ടാ. പുള്ളിക്കാരി ഈ സ്ഥലം പന്നിയുള്ള പറഞ്ഞ അതല്ല, അവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ. നമ്മള് കക്കൂസിന്റെ ഉള്ളിലേക്ക് പോകണം. വേഗം കുടുങ്ങിയാ എവിടെ കുടുങ്ങി? ഇവിടെയാണ് പണ്ടത്തെ കക്കൂസ്. ഇവിടെ അപ്പിക്കിട്ടിട്ട് അവര് ഒരു ഇതിൽ ഇങ്ങനെ ഇട്ടേക്കാണ്. അതിന്റെ അവിടെ തടിക്കഷ്ണം വല്ലതും ഉണ്ടോ? തടിക്കഷ്ണം ഒന്നും ഉണ്ടാവില്ല. നീ എന്തായാലും കളിച്ചോ. എനിക്ക് പന്നീനെ കുടിക്കോ മാത്രമേ ഇട്ടുള്ളൂ. അത് ശരി. ബാക്കിയുള്ളതൊക്കെ ആര് കളിക്കും? നീ കളിക്കും. ഞാൻ പന്നീനെ മാത്രം. മിസ്റ്റർ മീറ്റിനേക്കാൾ പാട് പന്നിയാ. ആ മുട്ട ഇടിച്ചൂടാ. ഭാഗ്യം നമ്മളാ ഡോറടിച്ചിട്ടുണ്ട്. സർപ്രൈസ് അല്ലേ? നമ്മളെ പന്നീനൊരു പാട്ട് പാടും. തൊട്ടുടുമോനെ എന്താടാ പുട്ട പറഞ്ഞു പാടാ. പായിപ്പിന്റെ മോനെ അല്ല മുട്ടാണ്ടിയിലെ മോനെ. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളെ 5 വട്ടമാണ് നമ്മൾ അടിച്ചേക്കണം. അപ്പൊ 200 മണിക്കൂറിന് അവിടെ ഇരിക്കും. ശരിക്കും 120 2 മിനിറ്റ് ഉള്ളൂ. അവർക്ക് 2 മിനിറ്റ് എഴുതി വെച്ചപ്പോ 120 മിനിറ്റ് സെക്കൻഡ് 120 മിനിറ്റ് കിട്ടും. ഒരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാലോ. ഒരു പകുതി കാര്യം കംപ്ലീറ്റ് ചെയ്യാം. പകുതി സാധനങ്ങളൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറുണ്ട്. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ഈ ഡോർ ആദ്യം നമുക്ക് തുറന്നു വെക്കണം. നമുക്ക് ഈ ഡോറ് തുറന്നു വെച്ചാലേ നമുക്കൊരു ഇതുള്ളൂ. അല്ല കോഡ് എവിടെ വെച്ചാ? കോഡ് നമ്മളത് അവിടെ ഇരിക്കണ്ടേ നമ്മുടെ. നമുക്ക് പാതാളത്തിന്റെ അടിയിലേക്ക് പോണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സങ്കടം. ആകാശദീപങ്ങൾ സാക്ഷി കടി നിർത്തി ഫോണ് പറഞ്ഞോണ്ട് അല്ലേ? നമ്മളെ ആടെ ഒരു വീഡിയോ ഉണ്ട്. ദേശം വന്നിട്ട് കമ്പ്യൂട്ടർ എടുത്ത് emotional damage. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല.
കാരണം ഇതിന്റെ മുകളിൽ കൂടെ ചാടാം അല്ലേ? ഞാൻ ഒരു പുളി സാധനം കണ്ടു. ആദ്യം നമ്മൾ ഇങ്ങനെ വരിക, ഇതിന്റെ മേളിൽ കയറാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മേളിൽ കയറിയിട്ട് ഇതിൽ കൂടി ഇങ്ങനെ പോവാ. പോയിട്ട് നമ്മളിത് ഇവിടെ ഒറ്റ ചാട്ടം ചാടും. അപ്പൊ ആ പന്നി അപ്പൊ നമ്മളെ കടിക്കൂല. ഇങ്ങനെ ഇങ്ങനെ പോവാ. ഇവിടെ ഇത് സ്റ്റോപ്പാവും. അപ്പൊ പന്നി ഇവിടെ നിൽക്കും. നമ്മൾ ഇങ്ങനെ 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 പോയി ഇങ്ങനെ പോയി. നമ്മളെക്കാൾ സ്പീഡ് ഉണ്ട് പന്നി. പന്നി പെട്ടെന്ന് പോയിട്ട് നമ്മളെ കടിച്ചു. നമ്മള് ഓടുന്ന സ്പീഡിലാ പുള്ളിക്കാരൻ നടക്കണ. നമ്മള് നടക്കണ സ്പീഡിലാ പുള്ളിക്കാരൻ. അല്ല നമ്മൾ ഓടുന്ന സ്പീഡില് പുള്ളിക്കാരൻ നടക്കണത്. നടന്നാണ് നമ്മള് പിടിക്കണത്. അത് നല്ല ഓട്ടത്തിലെ പുള്ളി. ഇപ്പൊ 120 സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവൂലേ? ആദ്യം ഈ എന്തൊക്കെ തീ ഇറങ്ങാതെ നോക്കിട്ട് ഒരു തീ മതി, റെഡ് മാത്രം മതി. അപ്പൊ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പണ്ടിക്ക് എന്തൊക്കെ വേണമെന്നറിയോ? പണ്ടിക്ക് ഒരു 3 കീ വേണം, അല്ലെങ്കിൽ 2 കീ. ഒരെണ്ണം ലോക്കർ കീ, ഒരെണ്ണം ബ്ലൂ കീ, ഒരെണ്ണം റെഡ് കീ. 2 എണ്ണം ആണെങ്കിൽ ഒരെണ്ണം ലോക്കർ കീ, ഒരെണ്ണം റെഡ് കീ. അപ്പൊ പുള്ളിക്കാരെ എണിച്ചിട്ടുണ്ടാവും. ഇത് താഴെ. പിന്നെ വേറൊരു പിച്ചാണ് ഇത്. പിച്ചല്ല, നമുക്ക് പന്നിയുള്ള സ്ഥലത്തും കാരണം ക്യാമറ അല്ലേ? അല്ല, പക്ഷേ ആ പുള്ളിക്കാരൻ്റെ കയ്യില് ഫോണൊന്നുമില്ലല്ലോ. ഫോണില്ല, ഒന്നുമില്ല. എന്നിട്ട് അതിന് ക്യാമറ ആണോ പുള്ളിക്കാരന്? അങ്ങനെയാണോ? ഈ വീടും കൂടി മതി പുള്ളിക്കാരനെ കൊല്ലാൻ. പൊന്നെ, നമുക്ക് ഈ വട്ടം മുട്ടയിൽ അടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മള് രക്ഷപ്പെടാൻ പോവാണ് ഗായ്സ്. പക്ഷെ ഹാമർ ഉണ്ട്. ഹാമർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തുണ്ട്. രണ്ട് സ്ഥലത്താണ് അധികം സാധനങ്ങൾ ഇടും. എവിടെയാ ക്യാമറ ആണെങ്കിൽ എപ്പോഴും ഡ്രോറിലായിരിക്കും. അങ്ങനെ നമ്മുടെ റെഡ് കീ ഇട്ടിട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ സമയമായി ഗായ്സ്. നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും നോക്കിക്കോ, നമ്മൾ രക്ഷപ്പെടാൻ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മള് രക്ഷപ്പെടാൻ പോണ 13 മിനിറ്റ് എടുത്തെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ പോവാണ്. ഇതുവരെ ചത്തിട്ടില്ല. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? നമ്മൾ തുറക്കാൻ പോകുന്നത് നിങ്ങളുടെ സമ്മതത്തോടെ 1 2 3